ഒരുമിച്ച് നമുക്ക് ബേബി ഭാസ്കരൻ ആൻഡ് ഇന്നത്തെ മെസ്സേജിന് 10 മിനിറ്റുള്ള മെസ്സേജിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം പ്രിയാൻഡി. കർത്താവിന്റെ നല്ല നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്തെ എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന് ഞാൻ എൻ്റെ ഹൃദയാംഗമായ നന്ദി കരയറ്റുകയാണ്. ഇത് ഞാൻ വളരെ വർഷം കൊണ്ട് കർത്താവ് എന്നെ ഈ നിയോഗത്തിലേക്ക് പല പ്രാവശ്യം എന്നെ പ്രേരിപ്പിച്ചിട്ടും ഇതിനെ അലക്ഷ്യം ചെയ്ത് ഞാൻ പിന്നോക്കത്തിൽ ഇങ്ങനെ ബാക്ക്വേർഡ് പോയി ഇങ്ങനെ അനേക അടികൾ വാങ്ങേണ്ട കാരണമായി തീർന്നു. ഈ സമയത്തെ കർത്താവിന്റെ ദാസനോട് സംസാരിച്ച് അത് ഞാൻ ഇന്ന് ഇതിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം കഴിഞ്ഞ നവംബറിൽ നടന്ന ഫാസ്റ്റിംഗ് പ്രേയറിൽ വന്ന് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ എല്ലാവരും 10 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞാനിതൊന്നും തീർമാനിച്ചതല്ല. അപ്പോൾ തന്നെ ഒരു വചനം പെട്ടെന്ന് തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ആ വചനം അതിൻ്റെ ആധാരമായി അനേക വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. അതിനെല്ലാം ഞാൻ അങ്ങനെ കുറിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നു. ഇത് എന്തിനാണോ തന്നെന്ന് എനിക്കൊരു പിടിയില്ല. എൻ്റെ പേരൊന്നും വന്നിട്ടില്ല, ഒന്നുമില്ല. ഏതായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറിച്ചു വെച്ചു. അതിപ്പോൾ തന്നെ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ്. ഒരടി ഞാൻ പാട്ട് പാടുന്നു. എനിക്ക് വളരെയധികം ശ്വാസം മുട്ടിന്റെ ആധിക്യത്തിൽ ഞാൻ ഇപ്പോഴും വളരെയധികം വലഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഈ ഓരോ മീറ്റിങ്ങിലും സംബന്ധിക്കുമ്പോൾ എത്രയും കഠിന രോഗത്തോടെയാണ് ഞാൻ ഇതിലെല്ലാത്തിലും ഇത് വന്നിരിക്കുന്നത്. എന്നാലും കർത്താവ് അതെല്ലാം എനിക്ക് വിടുതൽ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും തന്നെ എനിക്ക് വളരെയധികം ശ്വാസം മുട്ടും ഒരു മൂച്ചിനും ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥയായിരിക്കുന്നു. അത് സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന പരിപാടിയാണ്. അവനെ ഇപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ അവനെ അകറ്റിക്കൊണ്ട് കർത്താവ് എനിക്ക് ശക്തമായ ഒരു വിടുതൽ തരുവാൻ ദേവദാസനും ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരടി പാടുകയാണ്. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിന്നെ പോകത്തു നിന്തേൻ, യേശുവിൻ പിന്നെ പോകത്തു നിന്തേൻ, യേശുവിൻ പിന്നെ പോകത്തു നിന്തേൻ. പിന്നോക്കേ ഞാൻ പിന്നോക്കേ ഞാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നല്ല നാമത്തിന് സ്തോത്രം ചെയ്യാണ്. ഞാൻ ഈ വാക്ക് പ്രധാനമായി സൂചിപ്പിക്കുന്നു. കുറെ വർഷത്തിന് മുൻപേ ഞാൻ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഒരു സ്വപ്നം എന്നെ കാണിച്ചു. അത് അന്ന് ശനിയാഴ്ച രാത്രിയാണ്. പിറ്റേ ദിവസം സൺഡേ സർവീസിൽ എന്നോട് പ്രസംഗിക്കാനായിട്ട് അത് ദൈവമാണോ എന്നോട് വന്ന് നേർക്ക് നേർ, എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസനാണ് വന്നിങ്ങനെ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുകയില്ല, അത് എൻ്റെ രണ്ടാമത്തെ അഞ്ചെത്തി റൂബിയാണ്, അവൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആരാധനയ്ക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ മാതൃസഭയിൽ കടന്നു പോയപ്പോൾ തന്നെ അവിടെ വെച്ച് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് പിൻവലിച്ചു. എൻ്റെ സഹോദരി റൂബി എന്ന് പറയുന്ന എൻ്റെ അനുജത്തി, അവൾ ആ സ്ഥാനം അന്ന് തൊട്ട് ഇതുവരേക്കും ആ സ്ഥാനം അവൾ കൈവരിക്കുകയും അവൾ നല്ലൊരു പ്രവാചികയും, അവളുടെ ഭവനത്തിൽ പ്രേയർ ഹാളുണ്ട്. അതിൽ അവള് ഭർത്താവില്ലാത്ത സമയം അവൾ അതിൽ പ്രസംഗിക്കും. അപ്പോൾ ഈ സ്ഥാനം എനിക്ക് നഷ്ടമായി പോയി. ഞാൻ പലവട്ടം അതിനെക്കുറിച്ച് വ്യസനിച്ചത്. ഇത് യേശാവ് തന്റെ ശ്രേഷ്ഠ ഭാഗത്തെ നഷ്ടമാക്കിയതുപോലെ അലക്ഷ്യം ചെയ്തതുപോലെ ഞാൻ ഇങ്ങനെ ഓരോന്നും അലക്ഷ്യം ചെയ്ത് പിന്നോട്ട് പോകുന്ന കാരണത്തിലാണ് എൻ്റെ കൃപയെല്ലാം നഷ്ടമായി എന്നുള്ള ഭാരത്തോടെ ഞാൻ കർത്താവിനോട് പലവട്ടം അങ്ങ് ഏൽപ്പിച്ചതായ കൃപകളെ കുറിച്ച് ഞാൻ കരഞ്ഞു അപേക്ഷിച്ചു. എനിക്കത് പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ എപ്പോഴും ഞാൻ ഒരു വിഷമസന്ധിയിൽ തന്നെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നു. അതേ വിഷയം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ വഴി
വേഴൻ പ്രഭാതത്തിൽ ആത്മാവ് എന്നെ എങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു, അതുപോലെ തന്നെ കർത്താവിന്റെ നിയോഗപ്രകാരം തന്റെ ദാസനെ ആത്മാവ് സ്പർശിച്ച് എന്നെ വിളിച്ചു പറയാൻ കാരണമായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ ഈ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വചനം എന്നെ ഓരോന്നും എന്നെ സ്പർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനതൊന്നും അതെന്തോ ശരി ദൈവപ്രേരണയാൽ വരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്റെ ശബ്ദം ഇങ്ങനെ എന്നോട് സംസാരിപ്പാൻ ഇടയായി. ഇത് ദൈവത്തിന്റെ പ്രേരണ എന്നുള്ളത് മനസ്സിലായി. അത് അത് ഇന്ന് പകൽക്കാലം എനിക്ക് ഒന്നും പറയുവാനോ, ഞാൻ ഒരു സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്താണെന്നുള്ള ഒരു ശരിക്ക് വിവരമൊന്നും അറിഞ്ഞൂടാ. ഇതിലെനിക്ക് തെറ്റുകുറ്റങ്ങൾ വരും. കർത്താവിന്റെ ദാസനും ഇവിടെ ആയിരിക്കുന്ന ദൈവദാസിമാരും എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഇതിൽ അധൈര്യപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ എന്നെ ദൈവം ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വചനം പറയാണ്. ഈ വചനം ഞാൻ ഇത് ആദ്യം ഇത് കർത്താവിന്റെ ദാസൻ ഈ പ്രാർത്ഥന പിറ്റേ ദിവസം എല്ലാവരും പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്ന ഈ വചനം, ഇതിനെ ഞാൻ മാറ്റി ഇത് വേറെ എടുക്കാമെന്ന് പറയും തോറും അത് എനിക്ക് മാറ്റുവാനേ സാധിക്കുന്നില്ല. അപ്പൊ ഇത് എന്റെ സ്വയത്തിൽ നിന്ന് വന്നതല്ല, ഇത് കർത്താവ് സ്പർശിച്ചാണ് ഈ വചനം എനിക്ക് തന്നത് എന്നുള്ള ബോധ്യം എനിക്കായി. യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്നുള്ള വചനം എന്നെ ആഴമായി സ്പർശിക്കുവാനിടയായി. അപ്പോൾ എൻ്റെ നല്ല ഇടയനായ യേശു ഇത്രയും കാലം ഞാൻ മടങ്ങി വരുമെന്ന് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ എന്നെ കാത്തുനിന്ന ആ ഇടയൻ എത്ര വലിയ ദൈവമാണ്. നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളെ വിളിച്ച് ദൈവവേലയ്ക്കാക്കി എല്ലാവരും അതാ സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മടങ്ങി ദൈവത്തിന്റെ വിളിക്ക് അലക്ഷ്യം ചെയ്ത് ബേക്കിലോട്ട് പോകുന്തോറും നമ്മുടെ അനുഗ്രഹം നഷ്ടമാകുന്നു. പക്ഷെ ഇടയൻ നമ്മെ തള്ളിക്കളയുന്നില്ല. അവൻ ദീർഘക്ഷമയോടെ കരുണയോടെ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കിയ ദൈവം ആ ക്ഷമയോടെ നമ്മെ കാത്തു നിൽക്കുകയാണ്. ആയതുകൊണ്ട് നാം ഇതിൽ ഇത് അധൈര്യപ്പെടാതെ ദൈവത്തിന്റെ വിളിയിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നേറണം. അടുത്ത സങ്കീർത്തനം 23:1-5. ഇത് ഒരു ഇടയ സങ്കീർത്തനമാണ്. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വചനമാണ്. ഈ 5 വചനവും എനിക്കത് വളരെ വളരെ എൻ്റെ ഹൃദയത്തിന് ആനന്ദം തരുന്ന, വിശ്വാസം തരുന്ന വചനമാണ്. ഞാൻ അത് പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുഖയില്ല. പ്രിയരെ, ഈ ഇടയൻ നയിക്കുന്ന ആടുകൾക്ക് ഒന്നിനും കുറവില്ല എന്ന് ബൈബിൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നടത്തുന്നു, എവിടെയും കൊണ്ടുപോയല്ല അവൻ മേയ്ക്കുന്നത്. നല്ല കൊഴുത്ത പുല്ലും അതിനുള്ള വെള്ളവും തന്ന സ്വസ്ഥതയാകുന്ന വെള്ളത്തിനരികത്തേക്ക്, കലക്ക വെള്ളമല്ല തരുന്ന നല്ല തെളിഞ്ഞ വെള്ളം, ആ അരികത്തിലേക്കാണ് ഈ ഇടയനായ കർത്താവ് നമ്മെ നടത്തുന്നത്. ഈ ഇടയനെ വിട്ട് നമുക്ക് എങ്ങും പോകാൻ കഴിയുകയില്ല. നാം പിന്തിരിഞ്ഞു പോകുമ്പോൾ നമ്മെ പിന്തുടർന്ന് നമ്മെ മാടി വിളിച്ചുകൊണ്ട് നമ്മുടെ അരികിൽ വരുന്ന ഈ ഇടയൻ എത്ര വലിയ ശ്രേഷ്ഠ ഇടയനാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചപ്പുല്ലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ആഹാരവും കൊടുത്താണ് ആ ഇടയൻ ആട്ടിൻകുട്ടിയെ നടത്തുന്നത്. ഉണങ്ങിയതോ വെറും മോശമായതോ ഒന്നും കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ നിന്നാണ് അതിന് നല്ല മേന്മയേറിയ ഫലം കൊടുത്ത് ആശ്വസിപ്പിച്ച് അതിനെ വഴി നടത്തുന്നത്. ഈ ഇടയൻ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ആണ് നടത്തുന്നത്. ഇടയന്റെ സവിശേഷതകൾ അത് ഭയങ്കരം. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും വർണ്ണിക്കുവാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ആ വചനം അത് വളരെ ആണിത്തരമായി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ വചനം എപ്പോഴും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതിനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഓരോ ആശ്വാസമറ്റ വേളയിലും ഈ വചനങ്ങൾ തന്നെ എന്നെ ധൈര്യപ്പെടുത്തി എനിക്ക് ബലം തന്ന് എന്നെ ദൈവത്തിന്റെ സന്നിധി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ ആടുകളെ എപ്പോഴും സന്തോഷമായി ഇരിക്കണമെന്നാണ് ഇടയന്റെ ആഗ്രഹം. ആട് വേദനയോടെ കലങ്ങി ഞരങ്ങിക്കൊണ്ടിരുന്നാൽ ഇടയന് അത് സഹിക്കുകയില്ല. എപ്പോഴും നമ്മൾ സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് ആ ഇടയന്റെ ഒരു വലിയ ഒരു ആഗ്രഹം. അവിധത്തിൽ തന്നെ ഇടയൻ ആട്ടിനെ നടത്തുന്നതും മേയ്ക്കുന്നതും. അതുപോലെ ഇനി അടുത്ത ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 3-4. ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ ആ ഇടയൻ 99
9നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ഈ കാണാതെ പോയ ഒരു ആടിനെ കുറിച്ച് അത് കണ്ടു കിട്ടും വരെ മലയിലും കാടിലും കല്ലും മുള്ളും കരടുകളുമായ ആ ദേശത്തെല്ലാം ആ ഇടയൻ എന്ത് ക്ഷമയോടെ ആ ആട് മടങ്ങി വരുന്നതുവരേക്കും അത് കണ്ടു കിട്ടുന്നതുവരേക്കും അതിന്റെ ബാക്കിൽ നിന്ന് അതിനെ അന്വേഷിച്ച് തിരഞ്ഞുകൊണ്ട് അതിനെ കണ്ടു കിട്ടി അതിനെ ചുമൽ കയറ്റി കൊണ്ടുവരികയാണ് വളരെ സന്തോഷത്തോടെ. ഇതാ കാണാതെ പോയ എൻ്റെ ആട് എനിക്ക് കണ്ടുകിട്ടി എന്ന് പറഞ്ഞ് ആ ഇടയന് എത്ര സന്തോഷം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നാം ദൈവസന്നിധി വിട്ട് അന്യപ്പെട്ടു പോയിട്ട് മടങ്ങി വരുമ്പോൾ കർത്താവിനും നമുക്കും വലിയ സന്തോഷമാണ്. ഇത് അതുപോലെ ഇത് ആടിനെ ഒരിക്കലും അലഞ്ഞു നടപ്പാൻ കർത്താവ് വിടുന്നില്ല. അതിനെ തോളിൽ വെച്ച് കൊണ്ടുവന്ന് ഇത് വന്ന് ഉപമകളായി ദൈവം ഇതിൽ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായത്തിൽ വന്ന് ആടിനെ കുറിച്ച് 10 ദ്രഹ്മയെ കുറിച്ച് കാണാതെ പോയ മകനെ കുറിച്ച് ഇത് 3 ഉപമകളായി കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് കാണാതെ പോയ ആടാണ്. ഇത് വന്ന് അലഞ്ഞ് ദൈവത്തിന്റെ സന്നിധി വിട്ട് അകന്ന് പോയിട്ടും കർത്താവ് അതിനെ തേടി അതിന്റെ പിന്നാലെ പോയി മകനെ മകളെ എൻ്റെ അരികിൽ വായെന്ന് വിളിച്ച് ആശ്വാസം കൊടുത്ത് തന്റെ ചുമൽ കയറ്റി കൊണ്ടുവരുന്ന എത്ര വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട് നമുക്ക് എങ്ങും പോകാൻ സാധിക്കുകയില്ല. യെശയ്യാവ് 40:11 ഒരു ഇടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ അവൻ മേയ്ക്കുന്നു. അത് തള്ളയാടുകളെ ഒരു ഇടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ തന്റെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ തന്റെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞാടിന് അത്ര ശക്തിയില്ല ആയതുകൊണ്ട് അതിനെ തോളിലാണ് ഇട്ട് അതിനെ കൊണ്ടുവരുന്നത്. തള്ളയാടുകളെ പതുക്കെ മുള്ളും കരടുമുള്ള ആ സ്ഥലത്ത്, വേദനയുള്ള സ്ഥലത്ത് പതുക്കെ നടത്തി അതങ്ങനെ ഇടയന്റെ കൂടെ ഇത് അവൻ നടത്തിക്കൊണ്ടുവരികയാണ്. ഈ ദൈവം ഒരിക്കലും മാറാത്ത ദൈവമാണ്. ഇത് ഒരു ആട് നഷ്ടമായി പോകുമ്പോൾ ആ ഇടയന് എത്ര മനസ്സ് വേദനപ്പെടുകയാണ്. ഞാൻ ഈ സ്ഥാനത്ത് വരാതെ ഇരുന്ന ദൈവം എത്രയോ വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിട്ടും അലക്ഷ്യം ചെയ്ത് എന്നെ കൊണ്ട് കഴിയുകയില്ല ഇങ്ങനെ ബേക്കടിച്ച് പോയ കാരണത്തിനാൽ എൻ്റെ കൃപകൾ നഷ്ടമായി മങ്ങിഭവിച്ച് എനിക്ക് കണ്ണീര് വേദനയും രോഗവും മാത്രം എനിക്ക് ശേഷിക്കുകയാണ്. ആകയാൽ ഇതൊന്നും ഒരു മടങ്ങി വരവ് എനിക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വഴി ഇങ്ങനെ ഇത് ഒരു 21 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് മുൻപ് ഇങ്ങനെ വെളിപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ തെരുവിൽ പ്രസംഗിക്കാനായിട്ട് ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. വരുന്ന ആളിൽ നിങ്ങളെ ദൈവം അതിലേക്ക് ആക്കും. അതിനുശേഷവും പരിശുദ്ധാത്മാവിന്റെ ജ്വാല നിങ്ങൾ ഇനി അടങ്ങി ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ഇറങ്ങി തിരിക്കേണ്ടവരാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ എല്ലാവരും ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. അതിലെന്റെ സഹോദരങ്ങൾ, ഇന്നലെ എൻ്റെ അനുജത്തി ഇന്നലെ സാക്ഷ്യം അവൾ പ്രസംഗിക്കാനിടയായി. അവളും എത്രയോ ശോധനകളെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം കടുത്ത ശോധനയുടെ നടുവിൽ ാണ് ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്നയോളം ഞങ്ങളെ നിർത്തിയിരിക്കുന്ന മഹാകരുണ. അത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണല്ലോ ഇത്രയും ശോധന നമ്മൾ അനുഭവിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് മുറുമുറുപ്പുണ്ടാകും. എന്നാലും അടുത്ത് വിചാരിക്കും, ഈ ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ എന്നെ ഈ ഭൂമുഖത്തുനിന്ന് നാം നശിച്ചു പോകേണ്ടതാണ്. ദൈവത്തിന്റെ വലിയ പ്ലാനും പദ്ധതിയുമാണ് നമ്മെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ഞാൻ ധൈര്യപ്പെടുകയാണ്. ഞാൻ കലങ്ങി അങ്ങനെ ആശ്വാസം മറ്റോളായിരിക്കുമ്പോൾ എപ്പോഴും ഒരു കരം എൻ്റെ വലത് സൈഡിൽ ഇങ്ങനെ എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നില്ലേ, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് ഞാൻ ഏത് വിഷയത്തിലും ഞരങ്ങിക്കൊണ്ട് കണ്ണീർ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് എൻ്റെ ആശ്വാസദായകൻ എന്നെ വന്ന് ധൈര്യം തന്ന് ബലം തന്ന് എന്നെ കൃപയിൽ നിർത്തിയിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രം. ഇനിയും ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നാം രാക്കാലങ്ങൾ ഉറങ്ങുമ്പോൾ, രാക്കാലങ്ങൾ ശരി എപ്പോഴായിരുന്നാൽ ശരി, അത് എനിക്ക് അനേക അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഹൃദയ കവാടത്തിന്റെ അരികിൽ വന്ന മകളെ എണീക്ക പ്രാർത്ഥിക്കുക എന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ പലവട്ടം ഇങ്ങനെ അസാൾട്ടായി കിടന്ന് ഉറങ്ങിയാൽ എന്നെ ഉറങ്ങാൻ വിടുകയില്ല. ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കുന്നത് വരെ കണ്ണിന് ഉറക്കം തരികയില്ല. ഞാൻ
ചാടി എണീറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്തെല്ലാം നല്ല ദൈവീയ കാഴ്ചപ്പാട് തന്നെ. ദൈവം എന്നോട് വന്ന് ഇങ്ങനെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ നല്ല ഇതിൽ വന്ന് എനിക്ക് നല്ല ആത്മീയ കാഴ്ചപ്പാട് തന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാം ഈ അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന ഒരിക്കലും അലക്ഷ്യം ചെയ്യാൻ പാടില്ല. ഈ പ്രാർത്ഥന ഇപ്പോൾ കുറെ നാൾ കൊണ്ട് എനിക്കിങ്ങനെ ബലഹീനതയെ കൊണ്ടിട്ട് എന്നെ തളർത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ ദൈവാത്മാവ് ഉണർത്തും. ഞാൻ ചരിഞ്ഞും പിളഞ്ഞും ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അത് ഉറങ്ങും തോറും എനിക്കത് മങ്ങലേറ്റ് പ്രകാശിപ്പാൻ കഴിയാതെ ഞാൻ ആയിരിക്കുന്നു. മിനിഞ്ഞാന്ന് രാത്രിയും ഒരു കറക്റ്റ് ഒരു ഒരു 1:30 മണിയോളം ആയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഉണർന്നു തന്നു. ഞാൻ അങ്ങനെ പിന്നെ അലസതയായി കിടന്നു. അപ്പോൾ തന്നെ ഇനി കിടന്ന് ഉറങ്ങിയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് ഞാൻ ചാടി എണീറ്റിരുന്ന് 1:30 മണി തൊട്ട് ഉദ്ദേശം ഈ രാവിലെയുള്ള പ്രാർത്ഥന നടക്കുന്നവരെയും ശക്തിയോടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഇന്നലെ ആ സമയത്ത് തന്നെ കറക്റ്റ് ടൈമിന് എന്നെ ഉണർത്തി. ഞാൻ കിടന്ന് ഉറങ്ങി. എനിക്ക് എണീക്കാൻ വയ്യാതെ ഞാനിപ്പോൾ ഫുൾ ഫാസ്റ്റിംഗ് എടുക്കാൻ ഇഷ്ടത്തിന് ഫാസ്റ്റിംഗ് എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും കഴിഞ്ഞ നവംബറിലും 7 ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് എടുത്തു. ഇപ്പോഴും വന്ന് എന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കും തോറും നമുക്ക് ബലം തന്നെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്ന ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. നമ്മുടെ ജഡം എപ്പോഴും ബലഹീനമാണ്, എന്നാൽ ആത്മാവ് എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കുന്നു. ഈ ഒരുക്കമുള്ള ആത്മാവ് നമ്മെ വന്ന് ഉണർത്തുമ്പോൾ നാം എത്രയോ ജനത്തിന് വേണ്ടി എത്രയോ ജനം എത്രയോ തരത്തിലുള്ള വേദന അനുഭവിച്ചുകൊണ്ട് നിരാശയുടെ അടിത്തട്ടിൽ കണ്ണീരിലെ വേദനയിലും കിടന്ന് കഴിയുമ്പോൾ നാം അവർക്ക് വേണ്ടി ജാഗരിച്ച് പോരാടേണ്ട ഈ നാളുകളാണ്. നമ്മൾ അസാൾട്ടായി ഇരിക്കും തോറും നമ്മുടെ കൃപ നഷ്ടമാകുന്നു. ഇതൊന്നും നമുക്ക് ഒരു വിടുതൽ കാണാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്കും ഒരു രക്ഷയും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ആകയാൽ എന്നെ ചൊല്ലി തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയണം. ആകയാൽ ഇത് ഇത്രയെങ്കിലും പറയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇതിൽ ശരിക്കുള്ള ഒരു ശരിയായ ആൻസർ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ദൈവം തന്നത് മാത്രം എന്തോ ഞാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസനും ഇവിടെ ആയിരിക്കുന്നവരും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ചുകൊണ്ട് ഇതിനും അടുത്ത് കർത്താവ് എന്നെ ഇനി എങ്ങനെ നടത്തുന്നു അത് അറിയാൻ വയ്യ. അതിലേക്ക് എന്നെ ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ പ്രാർത്ഥന ഇരിക്കുമ്പോൾ തന്നെ പ്രാരംഭത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു നല്ല ഒരു ഹൈറ്റുള്ളവൻ വന്ന് എന്റെ ബാക്കിൽ ഇങ്ങനെ എന്താ ബാക്കിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ബാക്കിൽ മുഖം കാണിക്കാതെ ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. എന്നെ ഒരു വഴിയിലും അവൻ മുന്നേറാൻ വിടുന്നില്ല. ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ശത്രു എന്നെ വിട്ട് എൻ്റെ കുടുംബത്തെ വിട്ട് പൂർണ്ണമായി അവന്റെ കയർ അറ്റുപോകാനും കർത്താവ് ഇതൊന്നും വലിയ ഒരു വിടുതൽ തരുവാനും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ആയിരിക്കുന്നവരാരും വെറുതെ വന്ന് ഈ സ്ഥാനത്ത് ഇരിക്കുന്നവരല്ല. ദൈവ നിയോഗപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ആക്കിയാണ് ഈ സ്ഥാനത്ത് വന്നിരിക്കുക. ഈ സ്ഥാനത്തെ നമ്മൾ നഷ്ടമാക്കിയാൽ ദൈവം നമ്മെ വിടുകയില്ല. നാം ഇവിടെ ഒരു വാക്ക് പറയാൻ നാം ലജ്ജിച്ചാൽ കർത്താവും തന്റെ ദൂതന്മാരുമായിരിക്കുന്ന സ്ഥാനത്ത് അവിടെ വെച്ച് നാം ലജ്ജിക്കേണ്ടി വരും. ആ ലജ്ജിക്കാത്ത ദൈവത്തിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. ഒരിക്കലും നമ്മെ വഴിയാധാരമായി വിടുന്നവനല്ല. നമ്മളെ പേർ ചൊല്ലി വിളിച്ച് അങ്ങയുടെ മക്കളാക്കി നമ്മളെ ആക്കിയിരിക്കുന്നു. അങ്ങ് എന്താണ് നമ്മളിൽ ആഗ്രഹിക്കുന്നു? അങ്ങ് നല്ല ഫലം ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല സ്വഭാവ വിശേഷതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നല്ല ഫലം തേടിയാണ് കർത്താവ് വരുന്നത്. ആകാത്ത ഫലത്തെ കർത്താവ് അതിനെ നിഷ്ഫലമാക്കി കളയുന്നു. അത് തീയിലേക്ക് അതിനെ വെച്ചിരിക്കുകയാണ്. ആകാത്ത മരം കായ്ക്കുന്നതിനെ എല്ലാം വെട്ടി തീയിലിടുന്നുവെന്ന്, ഇത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ നമുക്ക് ഇങ്ങനെ പലവട്ടം പല അടിയും തല്ലും എല്ലാം തന്നിട്ടുണ്ട്. ഇന്നും നാം മനം തിരിഞ്ഞ് വന്നില്ല എങ്കിൽ കർത്താവ് എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കും. ഇത് വർഷങ്ങളായി എന്നെ വിടുന്നില്ല, ഈ സ്വപ്നം ഇവളും തിരിഞ്ഞു മടങ്ങി വരുമോ എന്ന് കർത്താവ് ഇത്രയും ക്ഷമയോടെ എന്നെ കാത്തിരുന്നിരിക്കുന്നു. ഞാൻ കണ്ടതുപോലെ തന്നെ കർത്താവിന്റെ ദാസനിൽ കൂടെ ആ നിയോഗമുണ്ടായി എന്നെ ഉണർത്തി. ഞാനപ്പോൾ ഇതിനെ അങ്ങ് കീറി കളയാം, ഇനി ഇത് പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കർത്താവ് അത്രയും സഹായിച്ചു. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ എഴുതുന്നു. സ്തോത്രം. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമാതാവിന്റെ നല്ല വചനങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവ് തീരുമാനിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.
ഇനിയും ഇനിയും ധാരാളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.